നമസ്കാരം, ഞാൻ ഡോക്ടർ ജിതിൻ, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ, ജനസേവ ഹോസ്പിറ്റൽ, പരപ്പനങ്ങാടി. പരിശുദ്ധ റംസാൻ മാസം വരികയാണ്. ഈ സമയത്ത് എന്തെല്ലാമാണ് ഒരു നല്ലൊരു ഭക്ഷണ രീതി, മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം, ഇതെല്ലാം ഈ വീഡിയോയിൽ വ്യക്തമാക്കാൻ പോകുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ എന്തായാലും ഒരു 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം. ശരീരത്തിൻ്റെ നിർജ്ജലീകരണം ആദ്യം നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതിനുശേഷം ഭക്ഷണം കഴിക്കാം. എന്തെല്ലാം ഭക്ഷണ രീതി കഴിക്കാം? കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അതായത് ഓട്സ്, ഗോതമ്പ്, ബ്രൗൺ റൈസ്, മട്ടരി, അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ഉൾപ്പെടുത്താം. അതിന് പുറമെ പ്രോട്ടീൻ അടക്കമുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് പുഴുങ്ങിയ കോഴിമുട്ട, അതുപോലെ തന്നെ പുഴുങ്ങിയ പയർ, പിന്നെ ഒരു പുഴുങ്ങിയ നേന്ത്രപ്പഴമൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് രാവിലെ. ഈ രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ ഊർജ്ജവും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഒരു കാരണവശാലും രാവിലത്തെ അത്താഴം മുടക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്തെല്ലാം മരുന്നുകൾ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും? അതായത് ബി പി, കൊളസ്ട്രോൾ, തൈറോയ്ഡ് അങ്ങനത്തെ രോഗമുള്ളവർ എടുക്കുന്ന മെഡിസിൻ കൂടുതൽ ഡോസ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ രാവിലെ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുകയാണെങ്കിൽ അരമണിക്കൂർ മുന്നേ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. ബി.പിയുടെ ഗുളികയും അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുന്നെയോ ഭക്ഷണത്തിന് ശേഷമോ കഴിക്കാം. കൊളസ്ട്രോളിൻ്റെ ഗുളികയും അതുപോലെ തന്നെ. പക്ഷേ ഷുഗർ ഗുളികകൾ അതുപോലെ തന്നെ ഇൻസുലിൻ എപ്പോഴും രോഗികളിൽ ഡൗട്ട് ജനിപ്പിക്കാറുണ്ട്. അതായത് ഡോസ് കുറയ്ക്കണോ, അല്ലെങ്കിൽ ഇൻസുലിൻ വിട്ട് കളയണോ, അങ്ങനത്തെ ഓരോ ഡൗട്ടുകൾ. അത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഷുഗറിൻ്റെയും ഇൻസുലിൻ്റെയും ഡോസ് മാറ്റങ്ങൾ വരുത്താൻ പാടുള്ളൂ. ഒരു കാരണവശാലും രാവിലത്തെ ഇൻസുലിൻ്റെ ഡോസ് ഒന്ന് വിട്ട് കളയരുത്. ഇങ്ങനെ വിട്ട് കളഞ്ഞാൽ പിന്നീട് വളരെയധികം ഷുഗർ കൂടുകയും പല രോഗ ബുദ്ധിമുട്ടുകളിലേക്കും നമ്മളെ നയിക്കും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു കാരണവശാലും രാവിലത്തെ ഇൻസുലിൻ വിടാൻ പാടുള്ളതല്ല. ഷുഗറിൻ്റെ ഗുളികയുള്ള മാറ്റങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രമേ മാറ്റങ്ങൾ വരുത്താൻ പാടുള്ളൂ. ഇനി ഏതെങ്കിലും അവസ്ഥയിൽ ഷുഗർ താഴ്ന്നു പോകുന്ന അവസ്ഥ, അതായത് നെഞ്ഞെടുപ്പ് ഭയങ്കരമായിട്ട് കൂടുന്നു, നെഞ്ഞ് ഭയങ്കരമായിട്ട് വിയർത്തൊലിക്കുന്നു, ഇതെല്ലാം ഷുഗർ താഴ്ന്നു പോകുന്ന ലക്ഷണങ്ങളാണ്. ഇങ്ങനത്തെ അവസ്ഥയിൽ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വ്രതം നമ്മൾ നിർത്തേണ്ട ആവശ്യകതയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ താഴ്ന്നു പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ മിഠായി, അതുപോലെ മധുര പലഹാരങ്ങൾ കഴിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനുകൾ അതായത് കാർഡിയക് അറസ്റ്റ് പോലെ തന്നെ മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തത് വൈകുന്നേരം നോമ്പറക്കുമ്പോൾ ഏതെല്ലാം ഭക്ഷണ രീതിയാണ് ഉൾപ്പെടുത്തേണ്ടത്? രാവിലെ നമ്മൾ അത്താഴം തുടങ്ങിയ പോലെ തന്നെ രാത്രി നോമ്പറക്കുന്ന സമയത്ത് 2-3 ഗ്ലാസ് വെള്ളം കുടിക്കാവുന്നതാണ്. അതിനുശേഷം ഭക്ഷണം കഴിക്കാം. എന്തെല്ലാം ഭക്ഷണം കഴിക്കാം? ഫ്രൂട്ട്സ് കഴിക്കാം. ഫ്രൂട്ട്സ് ഏതുതരം ഫ്രൂട്ട്സ് ആയാലും കുഴപ്പമില്ല. വെള്ളം ധാരാളം അടക്കിയുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക. അതായത് തണ്ണിമത്തൻ, അതുപോലെ തന്നെ വെള്ളരിക്ക, ടൊമാറ്റോ, അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത്, ഒരു കാരണവശാലും വെള്ളത്തിന് പകരം വെറും വയറ്റിൽ ലൈം ജ്യൂസ്, അതുപോലെ തന്നെ ജ്യൂസുകളൊന്നും കഴിക്കാണ്ടിരിക്കുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാസ്ട്രൈറ്റിസ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ആദ്യം വെള്ളം കുടിക്കണം. എന്നതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഫ്രൂട്ട് ജ്യൂസ്, അതായത് നമ്മുടെ ട്രോപ്പിക്കാന, അതുപോലെ തന്നെ മാസ്, അങ്ങനത്തെ ഡ്രിങ്ക്സ് ഒന്നും ഒഴിവാക്കാൻ നോക്കുക. കാരണം ഇതിലൊക്കെ പലവിധം ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, കൃത്രിമ മധുര പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാവും ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ തൈര് വളരെയധികം നല്ലതാണ്. ശരീരത്തെ ഭയങ്കരമായിട്ട് തണുപ്പിക്കാൻ തൈരിന് സാധിക്കും. അതുകൊണ്ട് തൈരൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു റമദാൻ മാസം ആശംസിക്കുന്നു.